ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു അവർ ചാനൽ. ഇപ്പോൾ ചക്കയുടെ സീസണാണല്ലോ. നമുക്ക് ചക്ക കൊണ്ടൊരു ഹൽവ തയ്യാറാക്കിയാലോ? ഇതിന് കുറച്ച് ചേരുവകൾ മാത്രം മതി. ഒരു 40 മിനിറ്റ് കൊണ്ട് നമുക്ക് തയ്യാറാക്കാം. പ്രത്യേകിച്ച് മധുരം ഇഷ്ടപ്പെടുന്നവർക്ക് തീർച്ചയായും ഇഷ്ടമാകും ഈ റെസിപ്പി. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. നന്നായി പഴുത്ത വരിക്കച്ചക്ക കുരുവെല്ലാം കളഞ്ഞ് ഒരു പ്ലേറ്റിലേക്ക് വയ്ക്കാം. ഞാനിവിടെ 20ഓളം ചക്കച്ചുളയാണ് എടുത്തിട്ടുള്ളത്. അത് നമുക്ക് ചെറുതായി അരിഞ്ഞെടുത്ത് അതൊരു മിക്സിയുടെ ജാറിലേക്കിട്ട് നന്നായി അരച്ചെടുക്കാം. അരച്ചെടുത്ത ചക്ക ഒരു ബൗളിലേക്ക് മാറ്റാം. ഈ സമയം മധുരത്തിന് ആവശ്യമായ ശർക്കര, അല്പം വെള്ളം ചേർത്ത് ശർക്കര പാനി തയ്യാറാക്കാം. ഞാനിവിടെ 1 കപ്പ് ശർക്കര, അതായത് 280 ഗ്രാം ആണ് എടുത്തിട്ടുള്ളത്. ഇനി ഒരു പാത്രത്തിലേക്ക് അരക്കപ്പ് മൈദ എടുക്കാം. ഞാനിവിടെ ക്വാണ്ടിറ്റി കുറച്ചാണ് ഉണ്ടാക്കുന്നത്, അതുകൊണ്ടാണ് അരക്കപ്പ് എടുത്തത്. അതിലേക്ക് 1/4 ടീസ്പൂൺ ഉപ്പ് ചേർക്കാം. പിന്നെ 1/4 കപ്പ് വെള്ളവും ഒഴിച്ച് കുഴച്ച ശേഷം അതിലേക്ക് വീണ്ടും അരക്കപ്പ് വെള്ളവും കൂടി ചേർത്ത് കട്ട കെട്ടാതെ മാവ് നന്നായി കലക്കിയെടുക്കാം. ഇത് അരമണിക്കൂർ കഴിഞ്ഞ് അരിച്ചെടുക്കാം. അരിച്ചെടുത്ത മൈദമാവ് ഒരു ബൗളിലേക്ക് മാറ്റാം. ഇനി ഒരു പാൻ സ്റ്റൗവിൽ വെച്ച് അത് ചൂടായി വരുമ്പോൾ 1 ടീസ്പൂൺ നെയ്യ് ചേർക്കാം. നിങ്ങൾക്ക് നോൺ സ്റ്റിക്ക് പാനും ഉപയോഗിക്കാം. നെയ്യ് ചൂടായി വരുമ്പോൾ അതിലേക്ക് അരച്ചെടുത്ത ചക്ക പേസ്റ്റ് ചേർത്ത് 3 മിനിറ്റ് ഇളക്കി യോജിപ്പിക്കാം. അതിനുശേഷം തയ്യാറാക്കി വെച്ച ശർക്കര പാനി ചേർത്ത് കൊടുത്ത് തുടർച്ചയായി ഇളക്കി കൊടുത്ത് 1 മിനിറ്റ് കഴിഞ്ഞ് വീണ്ടും 1 ടീസ്പൂൺ നെയ്യ് ചേർക്കാം. വീണ്ടും 1 മിനിറ്റ് കഴിഞ്ഞ് കുറുകി തുടങ്ങുമ്പോൾ അരിച്ചെടുത്ത മൈദമാവ് ചേർത്ത് 2 മിനിറ്റ് ഇളക്കിയ ശേഷം വീണ്ടും 1 ടീസ്പൂൺ നെയ്യ് ചേർക്കാം. തുടർച്ചയായി ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. വീണ്ടും 5 മിനിറ്റ് കഴിഞ്ഞ് 1 ടീസ്പൂൺ നെയ്യ് കൂടി ചേർക്കാം. അതിനോടൊപ്പം 4-5 ഏലക്ക കൂടി ചതച്ച് ചേർക്കാം. വീണ്ടും 10 മിനിറ്റ് തുടർച്ചയായി ഇളക്കിയ ശേഷം ഡ്രൈ ഫ്രൂട്ട്സ് ചേർക്കാം. ഞാനിവിടെ ഉണക്കമുന്തിരിയും കാഷ്നട്ടുമാണ് എടുത്തിട്ടുള്ളത്. വീണ്ടും 5 മിനിറ്റ് കഴിഞ്ഞ് പേസ്റ്റ് കുറുകി തുടങ്ങുമ്പോൾ 1 ടീസ്പൂൺ നെയ്യും കൂടി ചേർക്കാം. ഞാനിവിടെ മൊത്തം 6 ടീസ്പൂൺ നെയ്യാണ് ചേർത്തിട്ടുള്ളത്. ഒരു 10 മിനിറ്റ് കൂടി ഇളക്കി കഴിയുമ്പോൾ ചക്ക പേസ്റ്റ് പാത്രത്തിൽ നിന്ന് വിട്ടു വരുന്നത് കാണാം. ഇപ്പോൾ അത് കറക്റ്റ് പാകത്തിൽ വന്നിട്ടുണ്ട്. ഇനി ചൂടോടുകൂടി തന്നെ നമുക്കത് നേരത്തെ തന്നെ നെയ്യ് തടവി വെച്ച ഒരു ഗ്ലാസ് മോൾഡിലേക്കാണ് ഞാൻ മാറ്റുന്നത്. അതുകൊണ്ട് ചുവട്ടിൽ ഒരു പാൻ വെച്ച് അതിൻ്റെ മേളിലാണ് മോൾഡ് വച്ചിട്ടുള്ളത്. നല്ല ഷേപ്പിൽ കിട്ടുന്നതിന് വേണ്ടി ഒരു സ്പൂണിൻ്റെ ബാക്കിൽ നെയ്യ് തടവി നമുക്ക് മുകൾ വശം ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കാം. 4-5 മണിക്കൂർ കഴിഞ്ഞ് നന്നായി തണുത്ത ശേഷം നമുക്കതിനൊരു പ്ലേറ്റിലേക്ക് മാറ്റി ചെറിയ കഷ്ണങ്ങളായി മുറിച്ചെടുക്കാം. നോക്കൂ, മുറിക്കുമ്പോൾ തന്നെ വളരെ സോഫ്റ്റാണ്. ഇത് നമുക്ക് ഫ്രിഡ്ജിൽ വെച്ച് 3-4 ദിവസം കഴിക്കാൻ കഴിയും. നമ്മുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുത്. പലരും വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാതെയും ഷെയർ ചെയ്യാതെയൊക്കെയാണ് കാണുന്നത്. ഞങ്ങൾക്കൊരു സപ്പോർട്ടിന് വേണ്ടിയിട്ട് നിങ്ങൾ തീർച്ചയായിട്ടും അത് സബ്സ്ക്രൈബും ലൈക്കും ഷെയറും എല്ലാം ചെയ്യണം. ഇനി അടുത്ത വിഭവമായി അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു.